ആശംസകളും അറിയിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിന്റെ ഇന്നത്തെ സായം സന്ധ്യയെ ത്രസിപ്പിച്ചുകൊണ്ട് ഇന്ത്യ കണ്ടത്തിൽ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. തീരമായ വിപ്ലവയുഗ കുട്ടികൾ ഒന്നിച്ചണിനിരക്കുന്ന ഐതിഹാസികമായ അത്യുജ്വലമായ അത്യുന്നതമായ ആവേശോജ്വലമായ വഖഫ് സംരക്ഷണ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കുതികുതിച്ചെത്തുന്നത്. അനുഗ്രഹിച്ചാലും പ്രിയമുള്ള സുഹൃത്ത് മതം മാനദണ്ഡമാക്കിയവർ ബുൾഡോസർ രാജിലൂടെ അധികാരത്തിൽ തിണ്ണമെടുക്കൽ അധികാരത്തിൽ തിണ്ണമെടുക്കൽ പൗരന്മാരുടെ അവകാശങ്ങൾ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരായ ദളിത് സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ അങ്ങേയറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മതം, ഈ രാജ്യത്തെ ഏത് പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അത് പ്രബോധനം നടത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, ആ പ്രിവിലേജ് ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിനിമ ആർട്ടിസ്റ്റുകൾ ചരിത്രം എഴുതുന്നുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തണം. ഇന്ന് മാർക്കില്ലാത്തവർക്ക് കടന്നുകൂടാനുള്ള ഒരു സബ്ജക്റ്റായി ചരിത്രം അധിപ്പതിച്ചിരിക്കുന്നു. ഹിസ്റ്ററി അത് മാറണം. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തിയാൽ, അത് പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ ഇന്ന് കാണുന്ന ഈ അലോസരങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഇവിടെ മുസ്ലിം സമുദായം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത്? എന്തിനാണ് ഇവിടെ ഈ സമ്മേളനം കൂടിയത്? ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾക്ക് വലിയ കനത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്.
1528 അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു ബാബരി ചക്രവർത്തി. ആർക്കും തർക്കമില്ല. അന്നുമുണ്ട് ശ്രീരാമൻ്റെ അനുയായികൾ, ശ്രീരാമദേവൻ്റെ അനുയായികൾ അന്നുമുണ്ട്, യു പിയിലുണ്ട്. പക്ഷെ ആർക്കും തർക്കമില്ല. കാരണം അന്നത്തെ ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് വിശകലനം ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ബില്ലിന്റെ വിശദാംശങ്ങളുടെ പ്രശ്നമല്ല നമ്മുടെ മുന്നിലുള്ളത്. അതല്ല നമ്മുടെ പ്രശ്നം. അത് നമ്മുടെ നയവ്യതിയാനമായി കാണണം. ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്താൽ ഇവിടെ പ്രശ്നം RSS കൊണ്ടുവരുന്നുവെന്നതാണ്. ഒരു ജനാധിപത്യ ഗവൺമെന്റ് വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ട നിയമം കൊണ്ടുവന്നു. അതാരുടെയും ഔദാര്യമായിരുന്നില്ല. അതിനെതിരെയാണ് സംഘപരിവാർ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. വഖഫ് സ്വത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് ഒരു യോഗത്തിൽ പറഞ്ഞു, പ്രാദേശികമായി പല തർക്കങ്ങളും ഉണ്ടാകാം. അതെല്ലാം വളരെ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെന്റിലൂടെ ചുട്ടെടുക്കുന്നുവെന്നതുകൊണ്ട് അതിന്റെ അടിമൊത്തം പേറാൻ വിധിക്കപ്പെട്ടവരാണ് ജനാധിപത്യ രാജ്യത്തിന്റെ പൗരന്മാർ എന്ന വ്യാമോഹം ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റിനുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഒടുക്കത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഫാഷിസത്തിന് നിരന്തരമായി തേർവാഴ്ച നടത്താൻ പാകപ്പെട്ട ഒരു ചരിത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം. നമ്മുടെ ബഹുമാനായ തൊടിയൂർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആര്യ ദ്രാവിഡ സംഘർഷത്തിന്റെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ഏകമതാധിഷ്ഠിതമായ, ഏകഭാഷാധിഷ്ഠിതമായ ഇവിടെ